ഡോക്ടർ ഉന്മേഷിന്റെ അയൽവാസിയാ. അദ്ദേഹം പറഞ്ഞു പറയാനാണെങ്കിൽ കുറെ കഥകളുണ്ട്. മൈക്ക് വെച്ചോ, പറഞ്ഞോട്ടെ. അത് സാറേ, അത് കുഞ്ഞായിരിക്കുന്ന കാലം പോലെ അറിയാം. എൻ്റെ തൊട്ട അയൽവാസിയാണ്. ആളെ കിടക്കുമ്പോ കണ്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും. നീളമുണ്ട്. തീർച്ചയായിട്ടും. കാരണം വെച്ച് കഴിഞ്ഞാൽ അന്ന് മുതൽ എല്ലാ കാര്യത്തിനും നമ്മുടെ നാട്ടിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഈ കുഞ്ഞിലേ മുതൽ സ്കൂൾ തലം മുതൽ എല്ലാ കാര്യത്തിനും നല്ല രീതിയിൽ എല്ലാ പ്രവർത്തനങ്ങൾക്കും മുന്നിട്ട് നിൽക്കുന്ന ആളാണ്. ചേട്ടന്റെ പേരെന്തുവാ? എൻ്റെ പേര് ഗിരീഷ് കുമാർ. ഞാൻ കണ്ടു ഉന്മേഷ് കണ്ണേറി കാണിച്ചത്. അങ്ങനെയല്ല അങ്ങനെയല്ല സാറേ. നമ്മുടെ ജമ്മാണ് ഡോക്ടർ ഉന്മേഷ്. തീർച്ചയായിട്ടും ഗംഭീരമായ ശബ്ദം ഞങ്ങളുടെ അഭിമാനമാണ്. ഞങ്ങളുടെ അഭിമാനമാണ് ഉന്മേഷ്. അപ്പൊ നമ്മുടെ എല്ലാ അഭിമാനമാണ് ഡോക്ടർ ഉന്മേഷ് അവൻ കീ. ഓക്കെ ഓക്കെ. അപ്പൊ ഞാനിപ്പോ ഒരു ലഹരിക്കെതിരെ നല്ലൊരു മ്യൂസിക് പീസ്. എൻ്റെ പേര് ആൽബിൻ. ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് അവിടെ മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷൻ ഉണ്ട്, ദിവ്യരക്ഷാലയുണ്ട്, പ്രത്യാശ ഭവനുണ്ട്, ദിവ്യം ഫൗണ്ടേഷൻ. എവിടെയാ അത്? മയിലക്കൊമ്പിൽ. മയിലക്കൊമ്പ് എവിടെയാ? മയിലക്കൊമ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ 5 കിലോമീറ്റർ. കഴിഞ്ഞ 30 വർഷമായിട്ട് ആതുര സേവന രംഗത്താണ്. ഇന്നിപ്പോൾ എനിക്ക് പ്രത്യേകം സാറിനെ അഭിനന്ദിക്കാനുള്ളത് എന്നാ വെച്ചാൽ ഈ ഒരു നമ്മൾ ഒന്നിച്ചൊരു ഫൈറ്റാ. ആ ഫൈറ്റിന് ആരെ അഭിനന്ദിക്കണം നമുക്ക് പിന്നീട് തീരുമാനിക്കാം. വർഷമായിട്ട് ഈ ലഹരി ചവച്ചു തുപ്പിയ നിസ്സഹാരായ മനുഷ്യരുടെ കൂടെയായിരുന്നു ഞാൻ. അപ്പോൾ ഇപ്പോൾ അവിടെ മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷനിൽ നമുക്ക് 180 കുഞ്ഞുങ്ങളുണ്ട്. ലഹരി ചവച്ചു തുപ്പി എന്ന് പറയാൻ മനസ്സിലായില്ല. അതായത് ഈ ലഹരിക്ക് അടിമപ്പെട്ടു പോയ മനുഷ്യർ. അന്തം വിട്ട സാഹിത്യമായി പോയി. അപ്പോൾ അവരെ സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ദൗത്യം. ഞങ്ങളെ സംബന്ധിച്ച് വളരെ സന്തോഷമുണ്ട്. കൊച്ച് ലഹരിക്ക് പകരം മറ്റു കാര്യങ്ങൾ ജീവിതത്തിൽ ലഹരിയാക്കാം എന്ന സന്ദേശമാണ് ആൽബത്തിനൊരു പാട്ട് പാടി. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഒരു അല്പം നമുക്ക് കൊടുക്കാം. ലൈവ് അല്ലേ? ഓക്കെ, താങ്ക് യു. നിങ്ങളുടെ പേര് പറഞ്ഞേ? ആൽബിൻ. ഓക്കെ, താങ്ക് യു. സാറ് നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഹോമിൽ വരണം. അപ്പോൾ സാറിന് ഈ ഒരു പ്രവർത്തനത്തിൻ്റെ അതിൻ്റെ ഒരു പൂർണ്ണത കാണാനായിട്ട് പറ്റും. നമുക്ക് നോക്കാം. അപ്പോൾ അങ്ങയുടെ പേര്? അമ്പൽ ജോർജ്. നമ്മുടെ അമ്പൽ ജോർജ്. അങ്ങയുടെ പേര്? അഗസ്റ്റിൻ. നമ്മുടെ പ്രവർത്തനത്തെ കുറിച്ചൊക്കെ അറിഞ്ഞോ? നമ്മൾ ഒന്നിച്ചൊരു ശക്തിയായിട്ട് പോകണം. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ഈ 2 മാസങ്ങൾക്കിടയിൽ 600ഓളം കുട്ടികളാണ് ഇതിൽ പെട്ടുപോയെന്ന് മന്ത്രി എം പി രാജേഷ് തന്നെ പറയുന്നു. അപ്പോൾ നമുക്ക് ആ കണക്കുകളൊക്കെ കൃത്യമായിരിക്കും, സർക്കാരിൻ്റെ കണക്കാണല്ലോ. അപ്പോൾ ചെറിയ കുട്ടികൾ പോലും ഇതിനകത്ത് ആകർഷകരാകുന്നു. അതാണ് നമ്മുടെ പ്രശ്നം.